ബാക്കി വന്ന ചോറും കൊണ്ട് അടിപൊളിയായിട്ട് അരിമുറുക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ 1 കപ്പ് ചോറും അതുപോലെ തന്നെ 1 കപ്പ് തന്നെ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്താണ്. അപ്പോൾ ഇതിലേക്ക് ഉപ്പും കുറച്ച് മുളക് പൊടിയും കായപ്പൊടിയും പിന്നെ കുറച്ച് എള്ളും കുറച്ച് ജീരകം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം സേവനാഴി എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് ഇതുപോലെ നമ്മളൊരു നുറുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള അച്ചും കൂടി എടുത്തിട്ട് ഇതുപോലെ ഒരു വലിയ പ്ലേറ്റ് തന്നെ അങ്ങോട്ട് എടുത്തു. എന്നിട്ട് ഇങ്ങനെ കൈയൊക്കെയുള്ളവരുടെ കൈ കൊണ്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ റെഡിയാക്കി എടുത്തു. എന്തൊക്കെ പറഞ്ഞാൽ അരിമുറുക്ക് ഉണ്ടാക്കുമ്പോഴേ അരിമുറുക്ക് എന്നല്ല ഏതൊരു മുറുക്ക് ഉണ്ടാക്കുമ്പോഴും ഈ ഒരു പ്രോസസ്സ് ഭയങ്കര രസമുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ. സംഭവം എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൊരിച്ചങ്ങോട്ട് കോരിയെടുത്താൽ നമ്മുടെ മുറുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ എയർ കിടക്കാതെ ഒരു പാത്രത്തിൽ അടച്ച് വെച്ചാലുണ്ടല്ലോ ഒരുപാട് ദിവസം നല്ലതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്.